വുമൻസ് ക്രിക്കറ്റ് ടീമിന്റെ സ്റ്റാർ പ്ലെയർ ജെമൈമ റോഡ്രിഗസ് സെമിഫൈനൽസിൽ അവരൊരു സെഞ്ചുറി അടിച്ചിരുന്നു ആൻഡ് അതിന്റെ ബലത്തിലൊക്കെയാണ് നമ്മൾ വിൻ ചെയ്തത്. അപ്പൊ അവരൊരു ക്രിസ്ത്യനാണ് ആൻഡ് അവർ വിൻ ചെയ്തപ്പോൾ ഐ വോണ്ട് ടു താങ്ക് ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ അങ്ങനെ തന്നെയാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ആൻഡ് ഈ പോസ്റ്റിന് താഴെ വന്ന് കിടന്നിട്ട് ചിലരുടെ കമന്റ്സ് ആണ്, എന്റെ ദൈവമേ, നിങ്ങൾ ജയ് ഹിന്ദ് അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയൂ, നിങ്ങൾക്ക് നാഷണൽ ടീമിനെ റെപ്രസെന്റ് ചെയ്യണം, പക്ഷെ നിങ്ങൾ ആന്റി നാഷണൽ ആണ്, അതിൻ്റെ ഇടയ്ക്ക് ജയ് ശ്രീറാം എന്ന് പറയൂ, ഞങ്ങൾ ഹിന്ദുയിസമാണ് ഏറ്റവും നല്ലത്, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് ജീസസ് എന്താ ഫൈനലിൻ്റെ അന്ന് ജീസസ് ഹോളിഡേയിലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു ടൈപ്പിൽ ഇൻസെക്യൂർ കമന്റ്സ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. ഒരാൾ ജയിച്ചു കഴിഞ്ഞിട്ട് അവരവരുടെ വിശ്വാസത്തിൽ അതുകൊണ്ടാണ്, അവരുടെ ദൈവവിശ്വാസം കൊണ്ടാണ് അവർക്കത് കിട്ടിയെന്ന് അവർ പറയുന്നു. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉള്ള പോലെ തന്നെയാണ് അവരുടെ വിശ്വാസം. അപ്പത്തേനും റൈസ് ബാഗ് മേടിച്ചിട്ട് നിങ്ങൾ കൺവേർട്ടഡ് ആയതാണ്, നിങ്ങൾ ശരിക്കും അതാണ് ഇതാണ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രിക്കറ്റർക്ക് നേരെ ഇതിന് മുമ്പും അവരുടെ ഫാദർ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബേസിക് ആയിട്ട് ഏതൊരു മനുഷ്യനും അവരുടേതായ ബിലീഫ്സ് ഉണ്ട്, അവരത് വിശ്വസിച്ചോട്ടെ. നിങ്ങൾ എന്തിനാണ് ഇത്ര ഇൻസെക്യൂർ ആവുന്നത്? ഒരാൾക്ക് ഒരു സംഭവം ഇഷ്ടമാണെന്ന് പറയുന്നതിന് ഇപ്പോൾ വിരാട് കോഹ്ലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, രോഹിത് ശർമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. വിരാട് കോഹ്ലിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നിട്ട് അടിയിൽ ചെന്നിട്ട് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ കമന്റ് ഇട്ടു. അതുപോലെ തന്നെയാണ് ഓരോ റിലീജിയനിലും ചിലർക്ക് ബിലീഫ്സ് ഉണ്ടാവും, അവരത് ഫോളോ ചെയ്തിട്ട് അത് നിങ്ങൾ ഇത്ര ട്രിഗേർഡ് ആവേണ്ട ആവശ്യം എന്താണ്? അതിൽ ഏറ്റവും ഒരു ഇറിറ്റേറ്റിംഗ് എക്സാമ്പിൾ കണ്ടത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു, കുറച്ച് സ്റ്റുഡൻസിനുമായിട്ട് ടോക്കിന് പോയപ്പോൾ ഒരു പയ്യൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അവന്റെ പേര് പറഞ്ഞു, ഒരു മുസ്ലിം പേരാണ്. അപ്പൊ ആ പേര് പറഞ്ഞതിന് ശേഷം ഇയാള് നരേന്ദ്രമോദി തിരിച്ചിട്ട് ജയ് ഹനുമാൻ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ആദ്യമൊന്നും തിരിച്ചു പറഞ്ഞില്ല, 2-3 ദിവസം ഫോഴ്സ്ഫുള്ളി പറഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ട് അയാളത് പറയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖത്തൊരു വിക്ടോറിയസ് സ്മൈൽ പരിപാടി ഉണ്ടായിരുന്നു. ഈ ഒരു നേഷൻ, ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക്കിന്റെ പ്രൈം മിനിസ്റ്ററിന് ചേർന്ന പ്രവൃത്തിയാണോ ഇതെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അല്ല. ആൻഡ് ഒരുപാട് സയന്റിസ്റ്റുകളും എക്കോണമിസ്റ്റുകളും ഒക്കെ ആയിരുന്നവർ പ്രസിഡന്റ്സും പ്രൈം മിനിസ്റ്ററും ആയിരുന്ന രാജ്യത്തിലെ പ്രൈം മിനിസ്റ്റർ ആണ് ഇത് കാണിക്കുന്നത്. എക്സ്പെഷ്യലി ഹിന്ദു വേഴ്സസ് മുസ്ലിം അല്ലെങ്കിൽ മൈനോറിറ്റീസിനെതിരെ ഭയങ്കരമായിട്ട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണിക്കേണ്ട പ്രവൃത്തിയാണോ ഇത്? ആൾക്കാർ എന്തിനാണ്, ബീയിങ് എ മെജോറിറ്റി ഇൻ ദിസ് കൺട്രി, ആൾക്കാർ എന്തിനാണ് ഇത്ര ഇൻസെക്യൂർ ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വാട്ട് യു തിങ്ക്? മറ്റുള്ളവരുടെ ബിലീഫ്സിൽ നമ്മൾ കൈ കടത്തേണ്ട ആവശ്യമുണ്ടോ? ലീവ് ആൻഡ് ലെറ്റ് ലീവ്.